സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശിയും വാർഡിൻ്റെ പുറത്തുള്ള ബെഞ്ചിൽ വന്നിരിക്കുവാണ്. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, അല്ല തള്ളയാളും ഇവിടെ പോയി? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്നാലും മോളെ ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു പോയി. CSR വിളിച്ച് ഡോക്ടർ ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് എന്തൊക്കെയായിരുന്നു അവൾ മറുപടി കാണിച്ചു വെച്ചത്. നമുക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോകാം, വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നില്ലേ. ഈ സുകുമാരൻ്റെ അടുത്ത് അവളുടെയൊക്കെ കളി. അവരെ ഇവിടെ തന്നെ എത്തിച്ചത് കണ്ടില്ലേ മുത്തശ്ശി? അന്നേരം പ്രിയങ്ക പറയണേ, എനിക്കറിയാലോ, അല്ലെങ്കിലും എൻ്റെ മുത്തശ്ശിനെ ആർക്കാ തോപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെ അവരോരോന്ന് പറഞ്ഞിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ ആ മാലതി ഡോക്ടർ സുധാംശു ഡോക്ടറിൻ്റെ ക്യാബിലേക്ക് എത്തുന്നത്. ഈ സമയം രാധികയും ജയഭാരതി അമ്മയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ടാവും. അന്നേരം ഡോക്ടർ ചോദിക്കണേ, അല്ല ഡോക്ടർ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു പേഷ്യൻറ്റിനെ പരിശോധിച്ചതല്ലേ പ്രിയങ്ക? ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ലാത്തതും ഡിസ്ചാർജ് ചെയ്തോളാം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചാൽ മാത്രം മതി. ആണോ? അല്ല ആ കുട്ടി പ്രഗ്നൻ്റ് ആണോ? ഡോക്ടറെന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്ന് ഈ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നു. അതെ, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. അതെങ്ങനെയാണ് ഡോക്ടർ കൺഫേം ചെയ്തത്? അല്ല, മുമ്പ് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഉള്ള ഫയലൊക്കെ ഞാൻ പരിശോധിച്ച് നോക്ക്. അതിൽ പ്രഗ്നൻസിന് ടെസ്റ്റ് നടത്തിയതോ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അന്നേരം ഡോക്ടറാണെങ്കിൽ അവിടെ നിന്നങ്ങ് പരുങ്ങുവാണ്. ഈ സമയം സുധാംശു ഡോക്ടർ ചോദിക്കണേ, എന്താ മാളതി ഡോക്ടർക്ക് എന്താ ഒന്നും പറയാനില്ലേ? എൻ്റെ ഈ ഹോസ്പിറ്റലിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കള്ളം പറഞ്ഞതിലൂടെ നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചത്. അത് ഒരിക്കലും എനിക്ക് വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ല. എന്തിനാ നിങ്ങൾ പ്രിയങ്ക ഗർഭിണിയാണെന്നുള്ള കള്ളം ഇവരോട് പറഞ്ഞത്? അതിൻ്റെ പേരിൽ ഇവരെല്ലാവരും എത്രത്തോളം ബുദ്ധിമുട്ടിയെന്നറിയോ? ഇവരുടെ കുടുംബത്തെ ആര് കള്ളം വെച്ച് അവർ എങ്ങനെയൊക്കെയാണ് മുതലെടുത്തതെന്നറിയോ? എങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ചതെന്നറിയോ? എത്ര പേരുടെ മുമ്പിലാണ് ഇവർ നാളം കെടുത്തിയെന്നറിയോ ഡോക്ടർക്ക്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ സമയം ആ ഡോക്ടർ എല്ലാ സത്യങ്ങളും പറയണേ. അത് പിന്നെ ചില പ്രഷറിൻ്റെ പേരിൽ എനിക്ക് അങ്ങനൊരു കള്ളം പറയേണ്ടി വന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു ഡോക്ടറല്ലേ, ഇതുപോലൊരു കള്ളം പറയേണ്ടി വന്നത് പ്രഷറിൻ്റെ പേരിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അല്ല അതിരിക്കട്ടെ, നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തിയത്? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊരു നുണ പറഞ്ഞത്? അന്നേരം ആ ഡോക്ടർ പറയണേ, അത് പിന്നെ ഒരു CI വിളിച്ചു. അതുപോലെ ഇവരുടെ കുടുംബത്തിൽ തന്നെ ഒരാളും എന്നോട് ഭീഷണിപ്പെടുത്തി ഇങ്ങനൊരു കള്ളം പറയാൻ അയാൾ എന്നെ നിർബന്ധിച്ചു. അതാരാണ് എന്ന് രാധികയും ജയഭാരതിയമ്മയും ചോദിക്കുക. ആ സമയം ഡോക്ടർ പറയണേ, അത് ഗൗതം എന്നോ മറ്റുമാണ് അയാളുടെ പേര്. സോറി സാർ, അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പറയേണ്ടി വന്നതാണ്. എനിക്ക് തെറ്റുപറ്റി, എന്നോട് മാപ്പ് തരണം. ഈ സമയം ഡോക്ടറാണെങ്കിൽ മാലതിയോട് പൊട്ടിത്തെറിക്കണേ, നിങ്ങളിനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങളെപ്പോലെ കാശിനും പണത്തിനും വേണ്ടി എന്ത് കള്ളവും പറയുന്ന ഒരാളെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ എങ്ങനെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ രോഗികളും ഡോക്ടറെ വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയുള്ള അതേ ഡോക്ടർ തന്നെ ഇതുപോലെ കള്ളം പറഞ്ഞ് ആ രോഗിയെയും രോഗിയുടെ കൂടെ വന്നവരെ പറ്റിച്ചാലോ? എൻ്റെ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഞാൻ വെച്ച് പിറപ്പിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കിനി വീട്ടിൽ തന്നെ ഇരിക്കാം. ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കിനി ജോലിയില്ല, കടന്നു പോയതിൻ്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ ആ ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധികയോടും ജയഭാരതിയോടും ഡോക്ടർ സോറിയൊക്കെ പറയുവാണ്. എൻ്റെ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും സത്യങ്ങൾ എല്ലാവർക്കും ബോധ്യമല്ലോ. ആ ഡോക്ടറിൻ്റെ കാര്യത്തിൽ വേണ്ട ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനെടുത്തോളാം. അന്നേരം രാധിക പറയണേ, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി അതിൻ്റെ പേരിൽ ആ ഒരു ഡോക്ടർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയൊന്നും വേണ്ട. അവർ ഭീഷണിപ്പെടുത്തിയ കാരണം അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അന്നേരം ഡോക്ടർ പറയണേ, അങ്ങനെ ഒരു ഡോക്ടറും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ അവർ ചെയ്തത്. ഇനി അത് എന്തിൻ്റെ ഭീഷണിൻ്റെ പേരിലാണെങ്കിലും ശരി, ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞാൻ എടുത്തോളാം. നിങ്ങളെ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട. എന്താണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ശ്യാമ മാഡം എന്നോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയായിരുന്നു. നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങളും ടെൻഷനൊക്കെ മാറിയില്ലേ? ഹാപ്പി ആയില്ലേ നിങ്ങൾ? അന്നേരം രണ്ടുപേരും ഒത്തിരി സന്തോഷത്തോടെ കയ്യിലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് വീണ്ടും രാധികേനെയും ജയഭാരതിനെയും കാത്തിരിക്കുന്ന പ്രിയങ്കേനെയും മുത്തശ്ശിനെയും കാണിക്കുന്നത്. അവരെ കാണുന്നില്ലല്ലോ മോളെ, ഇനി രണ്ടു കൂടി പോയി കാണോ? അന്നേരം പ്രിയങ്ക പറയണേ, അല്ലെങ്കിൽ ആ ജയഭാരതി മുത്തശ്ശിക്ക് ഈ ഹോസ്പിറ്റലിലെ സ്മെല്ലൊന്നും തീരെ ഇഷ്ടമുള്ളെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാരണം മിക്കവാറും അവർ രണ്ടാളും കൂടി പോയി കാണും. എന്നാൽ പിന്നെ അവരെ കാത്തു നിൽക്കണ്ടല്ലോ മുത്തശ്ശി, നമുക്ക് ഇറങ്ങിയാലോ? ഈ സമയം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും CI ഗൗതമും നമ്മുടെ ഒപ്പം ഉള്ള അത്രയും നാൾ നമ്മളെ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലടി. പിന്നെ മുത്തശ്ശിയുടെ നാക്കും ഒട്ടും മോശമല്ലല്ലോ. അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശിയുടെ നാക്കിന് തോപ്പിക്കാൻ പറ്റിയൊരു നാക്ക് ഈ ലോകത്തെ മറ്റാർക്കും ഇല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. എടി മോളെ, നിൻ്റെ ഈ കള്ളഗർഭം ഉണ്ടല്ലോ, കണിമംഗലംകാർ താങ്ങുകയും ചെയ്യും. അതിൻ്റെ പേരിൽ അവറ്റകൾ കിടന്ന് നരകിക്കുകയും ചെയ്യും. അക്കാര്യത്തോട് നമ്മൾ സന്തോഷിക്കുമടി. എന്നാൽ പിന്നെ നമുക്ക് അങ്ങ് ഇറങ്ങിയേക്കാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗൗതം CI സംസാരിക്കുന്നതാണ്. അങ്ങനെ ഗൗതം
ബെഞ്ചമിന് കണിമംഗലം ഗ്രൂപ്പിൽ മാനേജറായിട്ട് ജോലി കിട്ടിയ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് സി ഐ. സത്യമാണോ ഗൗതമി പറയുന്നത്? അതേന്നേ. ഇപ്പോൾ ഞാൻ കണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് പുറത്താണെങ്കിലും എന്നോട് വിശ്വസ്തയും കൂറുമൊക്കെയുള്ള ചില ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരിൽ നിന്ന് പറഞ്ഞ കാര്യം ഇത്. അവിടുത്തെ പുതിയ മാനേജറായിട്ട് ബെഞ്ചമിനെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അന്നേരം അജിത്ത് പറയണേ, അവിടെ പോകുന്നതിന് മുമ്പ് ബെഞ്ചമിൻ എന്നെ വിളിച്ചിരുന്നു. നല്ല ഓവർ കോൺഫിഡൻസിലായിരുന്നു ബെഞ്ചമിൻ്റെ സംസാരം. ഇനി അടുത്തതായിട്ട് ഞാൻ കോൾ ചെയ്യുമ്പോൾ അവിടെ കണിമംഗലം ഗ്രൂപ്പിലെ മാനേജറായിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ആ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഞാൻ നല്ലപോലെ കളിയാക്കുകയും ചെയ്തു. പക്ഷേ ഇതിപ്പോൾ ഞെട്ടിച്ച് കളഞ്ഞല്ലോ ശരിക്കും. അന്നേരം ഗൗതം ചോദിക്കണേ, അല്ല സാർ, എൻ്റെ സംശയം ഇതാണ്, അത്രയും വലിയൊരു കമ്പനിയിൽ മാനേജറൊക്കെ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ബെഞ്ചമിനുണ്ടായിരുന്നോ? ഈ സമയം സി ഐ പറയണേണ്, എൻ്റെ ഗൗതം, തനിക്കറിയാഞ്ഞിട്ടാണ് ഈ തീവ്രവാദത്തിൻ്റെ പേരിലൊക്കെ പിടിക്കപ്പെടുന്ന ഒരാൾക്കാരുണ്ടല്ലോ, അവർ പലരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ഉയർന്ന പൊസിഷനിലിരിക്കുന്നവരൊക്കെയാണ്. ഈ സമയം ഗൗതം പറയണേ, എന്താണെങ്കിലും നമുക്ക് ബെഞ്ചമിനെ ഒന്ന് വിളിക്കാം. അല്ലേ സാർ, നേരിട്ട് തന്നെ ഒന്ന് അഭിനന്ദിച്ചേക്കാം. അങ്ങനെ അവർ ബെഞ്ചമിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന ആ സമയത്ത് തന്നെ ബെഞ്ചമിൻ കാറിൽ അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും പുറത്തിറങ്ങി അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് ബെഞ്ചമിൻ. ഹായ് സാർ, ബെഞ്ചമിനാണ്, കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പുതിയ മാനേജർ ബെഞ്ചമിൻ. അന്നേരം സി ഐ ബെഞ്ചമിന് കൈ കൊടുത്തുകൊണ്ട് പറയണേ, സത്യം പറയല്ല ബെഞ്ചമിൻ, താൻ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. ഇനിവേ എന്നാണെങ്കിലും കണിമംഗലത്തിൻ്റെ പുതിയ മാനേജർക്ക് ഞങ്ങളുടെ കൺഗ്രാജുലേഷൻസ്. ഈ സമയം ഗൗതം പറയണേ, സത്യം പറയല്ലോ ബെഞ്ചമിൻ, ഒരിക്കലും ഇത്തരം ഒരു കാര്യം താൻ സാധിച്ചെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തന്നെ സമ്മതിച്ചിരിക്കുന്നു. കുറേ നാളായി തന്നെ ഇപ്പോൾ കാണാൻ വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യമായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെയാണ് എൻ്റെ അച്ഛനെ സഹായിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കിടക്കേണ്ടത്, അതൊക്കെ ആലോചിച്ച് തലപ്പെടുത്തിരിക്കുമായിരുന്നു. സത്യം പറയാമല്ലോ, ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസമുണ്ട്. നമ്മൾ ജയിക്കുന്നൊരു തോന്നൽ ഇപ്പോൾ മനസ്സിലുണ്ട്. പഴയ ഒരു ഉന്മേഷം തിരികെ കിട്ടിയതുപോലെ. ഈ സമയം ബെഞ്ചമിൻ പറയണേ, ഗൗതം, തൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ സാറ് എന്നോട് പറഞ്ഞത് കണിമംഗലത്തിൻ്റെ സർവനാശമാണ്. ആ സർവനാശം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ബെഞ്ചമിൻ കണിമംഗലം ഗ്രൂപ്പിലെ മാനേജറായിട്ട് വരുണിൻ്റെ വിശ്വസ്തനായിട്ട് അവിടെ കയറിക്കഴിഞ്ഞു. ഇനി പതിയെ വരുണിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റണം. അതിനുശേഷം കമ്പനിയിലെ ഓരോ കാര്യങ്ങളിലും വരുണിൻ്റെ കൂടെ നിന്ന് അവനിട്ട് തന്നെ പണി കൊടുക്കണം. അവസാനം കൂടെ വിശ്വസിച്ച് ചേർത്ത് നിർത്തിയ അവൻ്റെ നെഞ്ചത്തിട്ട് തന്നെ കത്തി കുത്തിയിറക്കണം. ഈ സമയം സി ഐ ചോദിക്കണേ, അല്ല അതിനിടയിൽ രാധികയുടെ കാര്യം മറന്നുപോയോ? രാധികയുടെ കാര്യം മറക്കാനോ? വരുണിൻ്റെ കമ്പനിയിലെ മാനേജറായി എന്ന് പറഞ്ഞാൽ അതിലൂടെ അർത്ഥം വരുണിൻ്റെ പേഴ്സണൽ ജീവിതത്തിലും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ലേ? അപ്പോൾ പിന്നെ രാധികയുടെ കാര്യം തീർക്കാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമല്ലോ. അന്നേരം ഗൗതം ചോദിക്കണേ, അല്ല ബെഞ്ചമിൻ, ആദ്യം കണിമംഗലത്തിൻ്റെ നാശമാണോ അതോ രാധികയുടെ മരണമാണോ? ആദ്യം ഏത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്താണെങ്കിലും സമയം കിടക്കുമല്ലേ. എന്താണെങ്കിലും ഗൗതം ഒരു കാര്യം ഉറപ്പിച്ചോ, ചന്ദ്രശേഖരൻ സാർ പറഞ്ഞതുപോലെ തന്നെ കണിമംഗലത്തിൻ്റെ അടിവേര് ഞാൻ ഇളക്കിയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കണിമംഗലത്തിൻ്റെ സർവാധികാരികളാകാൻ ഗൗതം മോച്ചനും തയ്യാറെടുത്തോളൂ. അന്നേരം അജിത്ത് പറയുന്നുണ്ട്, എന്താണെങ്കിലും അധികം വൈകാതെ ചന്ദ്രശേഖരനും ജയിലിൽ നിന്നൊരു മോചനം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കൊലപാതക കുറ്റമൊന്നും അല്ലല്ലോ അയാളുടെ തലയിൽ ഇപ്പോൾ ഉള്ളത്, കൊലപാതക പ്രേരണ കുറ്റമല്ലേ. മേൽക്കോടതിയിൽ കേസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മിക്കവാറും നമുക്ക് ജാമ്യം വാങ്ങാം. അന്നേരം ഗൗതം പറയണേ, അച്ഛനും കൂടി പുറത്തു വന്നിട്ട് വേണം ബെഞ്ചമിൻ, തന്നെ മുമ്പിൽ നിർത്തി ഞങ്ങൾക്കൊരു കളി കളിക്കാൻ. നമ്മുടെ യുദ്ധത്തിൽ കണിമംഗലം ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സേനാധിപതിയായിട്ട് നമ്മൾ നടത്തുന്ന യുദ്ധം. അങ്ങനെ പറഞ്ഞവർ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക മുത്തശ്ശിയും കൂടി തിരികെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. നേരം രാധിക ചോദിക്കണേ, പ്രിയങ്കയും കൂട്ടി മുത്തശ്ശി ഇങ്ങോട്ടേക്ക് തന്നെ വരുമായിരിക്കുമല്ലേ? വരും. എന്താണെങ്കിലും നമ്മൾ സത്യം പറഞ്ഞൊന്നും അവരറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരാതെ വേറെ എവിടെ പോകാനാ? ഞാൻ എന്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാത്തതെന്നറിയോ? നമ്മളെ ഇത്രയും നാളും അവർ നാണം കെടുത്തിയത് ഈ കാര്യം പറഞ്ഞിട്ടല്ലേ? അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ പേരിൽ അവരോട് തിരിച്ച് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ വേണ്ടേ ചോദ്യം ചെയ്യാനായിട്ട്? അതുകൊണ്ട് ഇവിടെ വരട്ടെ രണ്ടും കൂടി, എന്നിട്ട് വേണം എനിക്ക് കുറേ ചോദിക്കാനുള്ളത്. എല്ലാം അവറ്റവളുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കാൻ. ഈ സമയം രാധികം പറയുന്നുണ്ട്, അത് നല്ലതാ മുത്തശ്ശി, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്, എന്നാലല്ലേ പ്രതികാരം പൂർണ്ണമാകുകയുള്ളൂ. അങ്ങനെ ഇന്നത്തോടുകൂടി കണിമംഗലത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും പൂർണ്ണമായിട്ട് നീക്കം. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം സന്തോഷം ഒക്കെ തിരികെ വരും, അല്ലേ മുത്തശ്ശി? അങ്ങനെ പറഞ്ഞ് അവരുടെ വെള്ളം അകത്തേക്ക് വരുവാണ്. ഈ സമയം പത്മിനി അങ്ങോട്ടേക്ക് എത്തുക. നിങ്ങൾ വന്നോ? അല്ല, പ്രിയങ്കി മുത്തശ്ശി എവിടെ? ഓ, സുകുമാരിക്ക് ഞങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ, അത് കാരണം ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. അവർ പിന്നാലെ വന്നോളെന്ന് പറഞ്ഞു. പത്മിനി, നീ ഒരു കാര്യം ചെയ്യ്, വേഗം ചെന്ന് കൽപ്പനയോട് ഉർവശിയോടും ഇങ്ങോട്ടേക്ക് വരാൻ പറ. എന്തിനാ അമ്മേ? അതൊക്കെയുണ്ട്, അത് പറയാം, ആദ്യം നീ അവരെ വിളിക്ക്. അങ്ങനെ പത്മിനി കൽപ്പനയോട് ഉർവശിയോടും വരാൻ പറയുവാണ്. ഈ സമയം പത്മിനി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ കാര്യം? അന്നേരം കൽപ്പന ഉർവശി അങ്ങോട്ടേക്ക് വരുക. എന്താ മുത്തശ്ശി? അല്ല, നിങ്ങൾ എന്തെങ്കിലും ജോലിയിലായിരുന്നോ? അല്ല, ഞങ്ങൾ വെറുതെ ഇരിക്കുമായിരുന്നു. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, അധികം വൈകാതെ പ്രിയങ്കയും സുകുമാരി അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇവിടെ ഉണ്ടാവണം. അതെന്തിനാ?
അവരിങ്ങോട്ട് വരുമ്പോൾ ആചാരപരമായിട്ടുള്ളൊരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം കൽപ്പന ചോദിക്കണേ, അതെന്ത് പറ്റി? അല്ല, ഹോസ്പിറ്റലിൽ വെച്ച് പ്രിയങ്കയുടെ വയറ്റിലുള്ള കുഞ്ഞ് വരൻ്റെ തന്നെയാണെന്ന് മുത്തശ്ശിക്ക് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ? അന്നേരം ജയഭാരതിയമ്മ പറയണേ, ആ കാര്യത്തിൽ ചില ഉറപ്പുകളൊക്കെ കിട്ടിയെന്ന് തന്നെ കരുതിക്കും. അതേക്കുന്നത് പത്മിനി ഞെട്ടണേ, അമ്മേ പ്രിയങ്കേൻ്റെ ഗർഭത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. എന്താണെങ്കിലും അവർ വരട്ടെ, ബാക്കി അപ്പം കേട്ടാൽ പോരെ. ഈ സമയം കൽപ്പനയും ഉർവശിയും എന്തോ കുശിഷിക്കുവാണ്. അത് കണ്ടിട്ട് രാധികയുടെ അരികിലേക്ക് ചെല്ലണേ, എന്തു പറ്റി? മുത്തശ്ശിയെ എന്തോ കാര്യം മനസ്സിൽ പറയാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കേട്ടെത്തി, അവരൊന്ന് വന്നോട്ടെ. അതിനുശേഷം മുത്തശ്ശിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് കാണിക്കുന്നത് തിരിച്ചു കണിമകളെത്തുന്ന പ്രിയങ്കേനെയും സുകുമാരിയും കാത്ത് മുറ്റത്ത് തന്നെ നിൽക്കുന്ന പരമേശ്വരനെയും പത്മിനിനെയും സൂര്യനെയും അതുപോലെ രാധികനെയും ജയഭാരതിനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ രാധികയും ജയഭാരതിയും എല്ലാ കാര്യങ്ങളും പത്മിനിയോടും പരമേശ്വരനോടും സൂര്യയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് രണ്ടിനെയും അടിച്ചിറക്കാൻ തന്നെ റെഡിയായിട്ട് അവിടെ നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും കൽപ്പന ഉർവശി അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, എല്ലാവരും എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അന്നേരം പരമേശ്വരൻ പറയണേ, അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് പ്രിയങ്കയും കൂട്ടി സുകുമാരിയും ഇപ്പോൾ വരുമല്ലോ, അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഗർഭിണിയാണെന്ന് പ്രിയങ്ക പറഞ്ഞിട്ട് അവൾക്ക് വേണ്ട പരിഗണനയോ കെയറോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. നമ്മളവളെ അകറ്റി നിർത്തുമായിരുന്നില്ലേ? ഈ സമയം സൂര്യ പറയുന്നുണ്ട്, ഇനിയും അത് വേണ്ടെന്ന അച്ഛൻ്റെ തീരുമാനം. എന്താണെങ്കിലും വരണിൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിലുള്ളത്, അപ്പോൾ ഇനിയും അവളെ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ. അതൊക്കെ കേൾക്കുന്നതും കൽപ്പനക്ക് ഉർവശിക്കും അങ്ങ് സന്തോഷമാകണേ. അത് ശരിയാ സൂര്യ, എന്താണെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ രാധികനെ എന്തു ചെയ്യും? രാധികയുടെ കാര്യവും. ഈ സമയം രാധിക സങ്കടത്തോടെ പറയണേ, എന്ത് ചെയ്യാനായിട്ട് അച്ഛനും അമ്മയൊക്കെ തീരുമാനം എടുത്തില്ലേ, അപ്പം പിന്നെ ഈ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ അവരെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലല്ലോ. അല്ല, അപ്പം രാധിക അങ്ങോട്ട് പോവും, ഞാനങ്ങോട്ട് പോകാൻ? ഞാൻ തിരിച്ചാറ്റുവാശ്ശേരിയിലേക്ക് തന്നെ പോകും. എന്തൊക്കെ തന്നെ പറഞ്ഞാലും കഷ്ടമായിപ്പോയി. പക്ഷേ നമുക്ക് മുമ്പിൽ വേറെ മാർഗ്ഗമില്ലല്ലോ രാധികയും. അല്ല, എപ്പോഴാണ് രാധിക പോകുന്നത്? ആദ്യം പ്രിയങ്കയും കൂട്ടി മുത്തശ്ശി ഒന്ന് വന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? മതി, ഞങ്ങൾ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അവർ മനസ്സിൽ സന്തോഷിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി രണ്ടിനിട്ടും ഒരു പണി കൊടുക്കുവാണ്ടോ രാധികയും ജയഭാരതിയമ്മയും പത്മിനിയും അവരെല്ലാവരും കൂടി ചേർന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ സുകുമാരി പ്രിയങ്കയും കൂട്ടി അവിടെ എത്തുവാണ്. ഈ സമയം സുകുമാരി ഓട്ടോക്കാരനോട് ദേഷ്യപ്പെടണേ, എടോ തന്നോട് പറഞ്ഞതല്ലേ ഗർഭിണിയായ ഒരു കൊച്ചാണ് ഓട്ടോയിൽ കയറിയിരിക്കുന്നതെന്ന്, എന്നിട്ട് താൻ ഏതൊക്കെ വഴി കൂടിയാണോ വന്നത്? പാവം എൻ്റെ കൊച്ച്, മോളെ സൂക്ഷിച്ചിറങ്ങ്. അങ്ങനെ പ്രിയങ്കയെ പിടിച്ചിറക്കുവാണ്. ഈ സമയം മുറ്റത്ത് തന്നെ കുടുംബം മുഴുവനും ഒന്നിച്ച് പുറത്ത് വന്ന് നിൽക്കുന്ന ആ കാഴ്ച കാണുന്നതും സുകുമാരിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുവാണ്. ഈ സമയം കൽപ്പനയാണെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ് അവർ പറയാൻ പോകുന്നതെന്നറിഞ്ഞ് സുകുമാരിക്ക് കണ്ണും കയ്യൊക്കെ കൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ സുകുമാരിക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്